Hello friends, ഈ വീഡിയോയിൽ നമ്മൾ സോയിലിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോയിലിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ്? In soil mechanics, properties of soil are broadly classified as index properties and engineering properties. Properties of soil which are used for identification and classification are called index properties of soil. ഇപ്പോൾ സോയിലിനെ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് വെച്ച് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ സോയിലിൻ്റെ ചില പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാറുണ്ട്. അതിനെയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി, ഇതെല്ലാം ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ വരും. ഇനി അടുത്ത ടൈപ്പ് കാറ്റഗറിയിൽ വരുന്നതാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സോയിലിൻ്റെ സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. അപ്പോൾ അതിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പെർമിയബിലിറ്റി, അതേപോലെ കംപ്രസിബിലിറ്റി, കൺസോളിഡേഷൻ, ഷിയർ സ്ട്രെങ്ത്, ഇതെല്ലാം വരുന്നത് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സ് പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പം സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്, എങ്ങനെയാണ്, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് PSC എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പം എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ദ റേഷ്യോ ഓഫ് വെയ്റ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ടു ദ വെയ്റ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ കണ്ടൻറ്റ് അറ്റ് 4 degrees Celsius സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ. 4 degrees Celsius സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നമ്മളൊരു സാമ്പിൾ സോയിൽ എടുക്കുന്നു. അതിൻ്റെ വെയ്റ്റും അതേ വോളിയമുള്ള വാട്ടറിൻ്റെ വെയ്റ്റും തമ്മിൽ ഒരു റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ എന്ന് വിളിക്കുന്നത്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനായിട്ട് ലാബിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് പൈക്നോമീറ്റർ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു പേരാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? പൈക്നോമീറ്റർ ടെസ്റ്റ്. ഇനി ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ലാബിലൊക്കെ ഇത് ചെയ്തിട്ടുള്ളതാണ്. പൈക്നോമീറ്റർ എന്ന് വിളിക്കുന്ന ഒരു കണ്ടെയ്നർ ഉണ്ട്. അതിനുള്ളിൽ ആദ്യം ഇനീഷ്യലി നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കും, എംറ്റി വെയിറ്റ് എടുക്കും. അതിനെ W1 എന്ന് നെയിം ചെയ്യും. പിന്നീട് അതിലേക്ക് നമ്മൾ സോയിൽ സാമ്പിൾ ഇടുന്നു. എന്നിട്ട് ഈ സോയിൽ സാമ്പിളിൻ്റെയും കണ്ടെയ്നറിൻ്റെയും കൂടെ വെയിറ്റ് എടുക്കും. അത് W2 എന്ന് നെയിം ചെയ്യും. പിന്നീട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വെയിറ്റ് എടുക്കാൻ നേരം അതിൽ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് വരും, ഉള്ളിലിട്ടിരുന്ന സോയിലിൻ്റെ വെയിറ്റ് വരും, നമ്മളിപ്പോൾ ഒഴിച്ച വാട്ടറിൻ്റെയും വെയിറ്റ് വരും. അതിനെ W3 എന്ന് നെയിം ചെയ്യും. പിന്നീട് ഇതിനുള്ളിലുള്ള ഈ വാട്ടറും സോയിലും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളം മാത്രമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തൊരു വെയിറ്റ് എടുക്കും. അതിനെ W4 എന്നും നെയിം ചെയ്യും. ഇനിയും ഈ 4 ടേംസിൽ നിന്നും സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് W2 - W1 ബൈ W2 - W1 മൈനസ് W3 - W4. ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ഒന്നും ഈ ഇക്വേഷൻ വെച്ച് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഈ ടെസ്റ്റിൻ്റെ പേര് ഓർത്തിരിക്കണം. ഇതെന്ത് കണ്ടുപിടിക്കാനായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ. ഇനി അടുത്തത് വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളുടെ പേര് അറിഞ്ഞിരിക്കണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇതേപോലെ ഒരു കണ്ടെയ്നറിനുള്ളിൽ സോയിൽ സാമ്പിൾ എടുക്കുന്നു. അപ്പം എടുത്തിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുക്കും. അതിനുശേഷം നമ്മളിത് ഓവനിനുള്ളിൽ 24 മണിക്കൂർ പ്ലേസ് ചെയ്യുന്നു അറ്റ് 105 degree Celsius. അപ്പോൾ ഒരു ദിവസത്തിന് ശേഷം ഈ സാമ്പിൾ പുറത്തെടുക്കുന്നു. അത് സോയിൽ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ടാകും, മോയ്സ്ചർ എല്ലാം ഇവോപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. എന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് എടുക്കും. അപ്പോൾ ഇനീഷ്യലി ഓവനിൽ വെക്കുന്നതിന് മുന്നേ ഉള്ള വെയിറ്റും ഓവനിൽ വെച്ചതിന് ശേഷമുള്ള വെയിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ വാട്ടറിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് വാട്ടർ കണ്ടൻറ്റ് ഈ ഒരു മെത്തേഡിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത് വളരെ ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട്സ് തരുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഓർത്തോളുക. അടുത്ത രണ്ടാമത്തെ ടെസ്റ്റാണ് സാൻഡ് ബാത്ത് മെത്തേഡ്. ഇതും വളരെ ക്വിക്കായിട്ട് റിസൾട്ട്സ് തരുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആ ഒരു കീവേഡ് ഓർത്തോണം. പെട്ടെന്ന് റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ ക്വിക്ക് റിസൾട്ട്സ് തരുന്ന ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡാണ് സാൻഡ് ബാത്ത് മെത്തേഡ്. മൂന്നാമത്തേതാണ് കാൽഷ്യം കാർബൈഡ് മെത്തേഡ്. ഇതിനെ റാപ്പിഡ് മോയ്സ്ചർ മീറ്റർ മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ കാൽഷ്യം കാർബൈഡ് മോയ്സ്ചറും സോയിലുള്ളിലുള്ള മോയ്സ്ചറും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് റിലീസ് ചെയ്യും. അപ്പോൾ ആ ഗ്യാസ് എത്രത്തോളം ഫോം ചെയ്യുന്നു എന്ന ബേസിസിലാണ് വാട്ടർ കണ്ടൻറ്റ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ 3 ടെസ്റ്റുകളും വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് എന്നതൊന്ന് ഓർത്തിരുന്നോണം. ഇതിൽ ക്വിക്ക് റിസൾട്ട്സ് തരുന്ന 2 ടെസ്റ്റുകളാണ് ഈ സാൻഡ് ബാത്ത് മെത്തേഡും റാപ്പിഡ് മോയ്സ്ചർ അല്ലെങ്കിൽ കാൽഷ്യം കാർബൈഡ് മെത്തേഡും. അടുത്തതായി നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ്. അപ്പം സോയിൽ സാമ്പിളിലെ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതിലാദ്യത്തേതാണ് സീവ് അനാലിസിസ്.
ഈ സീവ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് 75 മൈക്രോൺസിൽ കൂടുതൽ പാർട്ടിക്കിൾ സൈസ് ഉള്ള സോയിൽ സാമ്പിളിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലും താഴെ പാർട്ടിക്കിൾ സൈസ് ഉള്ള, അതായത് 75 മൈക്രോണിലും താഴെ പാർട്ടിക്കിൾ സൈസ് വരുന്ന സോയിൽ സാമ്പിളിൻ്റെ ആണ് എങ്കിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹൈഡ്രോമീറ്റർ അനാലിസിസ്, വെറ്റ് സീവ് അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പം ഹൈഡ്രോമീറ്റർ അനാലിസിസ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം 75 മൈക്രോണിൽ കൂടുതൽ പാർട്ടിക്കിൾ സൈസ് ആണ് സാമ്പിളിൻ്റെ എങ്കിൽ നമ്മൾ ഈ സീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സീവ് അനാലിസിസിൽ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതേപോലത്തെ പല സൈസിലെ ഓപ്പണിങ്സ് ഉള്ള സീവ്സ് ഉണ്ട്. ഇതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. ഏറ്റവും താഴെ നമ്മളൊരു പാൻ വെക്കും. എന്നിട്ട് ഇതിലേക്ക് ഈ സോയിൽ സാമ്പിൾ ഏറ്റവും മുകളിലത്തെ സീവിലേക്ക് ഇടുന്നു. അടച്ചു വെച്ചിട്ട് നമ്മൾ സീവ് ഷേക്കറിലിട്ട് ഇതിന് വൈബ്രേഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് വൈബ്രേഷൻസ് സീവ് ഷേക്കർ കൊടുക്കും തോറും ഈ സോയിൽ പാർട്ടിക്കിൾസ് ഇതിൽ ഓരോ സീവിൽ കൂടെ താഴേക്ക് പാസ് ചെയ്യുന്നു. വലിയ പാർട്ടിക്കിൾ സൈസ് ഉള്ള സാമ്പിളാണ് എങ്കിൽ അത് മുകളിലത്തെ സീവിൽ തന്നെ റീറ്റെയിൻ ആയി കിടക്കും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ സീവ് ഷേക്കർ വെച്ചതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഓരോ സീവേനും റീറ്റെയിൻ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് എത്ര എന്നുള്ളത് മെഷർ ചെയ്ത് നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും ലോഗ് സ്കെയിലിൽ. ഇതിൽ എക്സിൽ നമുക്ക് പാർട്ടിക്കിൾ സൈസും കാണാം, വൈയിൽ നമുക്ക് പെർസെൻറ്റേജ് ഫൈനറും കാണാം. അപ്പം ഇത് വെച്ച് പ്ലോട്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റും ഈ പാർട്ടിക്കിൾസ് വെൽ ഗ്രേഡഡ് ആണോ, യൂണിഫോംലി ഗ്രേഡഡ് ആണോ, ഗ്യാപ്പ് ഗ്രേഡഡ് ആണോ എന്നത്. ഇപ്പോൾ വെൽ ഗ്രേഡഡ് എന്ന് വെച്ചാൽ എന്താ? വെൽ ഗ്രേഡഡ് എന്ന് വെച്ചാൽ എല്ലാ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ഈ ഒരു സാമ്പിളിലുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിൽ വെൽ ഗ്രേഡഡിൻ്റെ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചേ. ഇങ്ങനെ നല്ലൊരു എസ് ഷേപ്പാണ് ഗ്രാഫിനെങ്കിൽ അതിനർത്ഥം സോയിൽ സാമ്പിൾ വെൽ ഗ്രേഡഡ് ആണ്. അതായത് എല്ലാ റേഞ്ചിലുള്ള പാർട്ടിക്കിൾ സൈസും അതിൽ ആവശ്യത്തിന് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാമ്പിളിനെയാണ് നമ്മൾ വെൽ ഗ്രേഡഡ് സാമ്പിൾ എന്ന് വിളിക്കുന്നത്. യൂണിഫോംലി ഗ്രേഡഡ് എന്ന് വെച്ചാൽ ഒറ്റ സൈസുള്ള പാർട്ടിക്കിൾ മാത്രമായിരിക്കും അതിലുണ്ടാവുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് സാമ്പിളിലെങ്കിൽ അതിനെ യൂണിഫോംലി ഗ്രേഡഡ് സാമ്പിൾ എന്നാണ് വിളിക്കുന്നത്. യൂണിഫോംലി ഗ്രേഡഡ് സാമ്പിൾ ആണ് എങ്കിൽ അതിന് ഓൾമോസ്റ്റ് അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ പോകും, വെർട്ടിക്കലായിട്ടുള്ളൊരു കർവ് ആയിരിക്കും. ഇനി ഗ്യാപ്പ് ഗ്രേഡഡ് ആണെങ്കിലോ, ഗ്യാപ്പ് ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ അതാ ഈ ഒരു ഗ്രാഫ് ഇവിടെ ശ്രദ്ധിച്ച്, ഈ എന്ന് പറയുന്ന ഗ്രാഫ് ഗ്യാപ്പ് ഗ്രേഡഡാണ്. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോൾ കർവ് കറക്റ്റ് ഹൊറിസോണ്ടലാവും. കാരണം അത്രയും പാർട്ടിക്കിൾ സൈസിലുള്ള പാർട്ടിക്കിൾസ് അതിൽ മിസ്സിങ് ആണ്. അപ്പം ചില സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും, പക്ഷേ ചില സൈസിലുള്ള പാർട്ടിക്കിൾസ് ആ ഒരു സാമ്പിളിൽ മിസ്സിങ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ കർവ്സിനെയാണ് നമ്മൾ ഗ്യാപ്പ് ഗ്രേഡഡ് കർവ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഗ്രേഡഡ് സാമ്പിൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്നാണ് നമുക്ക് സാമ്പിൾ വെൽ ഗ്രേഡഡ് ആണോ, യൂണിഫോംലി ഗ്രേഡഡ് ആണോ, ഗ്യാപ്പ് ഗ്രേഡഡ് ആണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഈ കർവിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്ന മറ്റ് 2 ടേംസുകളുണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കണം. കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയും കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും. കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് d60/d10. കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d30²/d60 × d10. അതിൽ d30, d10, d60 എന്താണെന്നുള്ളത് ഇവിടെ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ സൈസ് റേഞ്ചിനെയാണ് നമ്മൾ ഈ d10, d30, d60 എന്നൊക്കെ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. where d10 is the diameter where 10% of the sample is finer. നമ്മൾ എടുക്കുന്ന സാമ്പിളിൽ 10% ഈ ഒരു പർട്ടിക്കുലർ സൈസ് റേഞ്ചിനേക്കാളും ചെറുതായിരിക്കും, ബാക്കി 90%ഉം ഈ ഒരു സൈസ് റേഞ്ചിനേക്കാൾ കൂടുതലായിരിക്കും. d60 എന്ന് പറയുന്ന ഡയമീറ്റർ where 60% of the sample is finer. അപ്പം ഇങ്ങനെ ഈ 2 ടേംസ് ഉണ്ട്. ഇതിൻ്റെ 2 ഇക്വേഷനോട് അറിഞ്ഞിരിക്കണം. കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. d60, d10 സൈസ് തന്നിട്ട് കോയിഫിഷ്യൻ്റ് യൂണിഫോമിറ്റി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ അതേപോലെ തന്നെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയും കോയിഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറും അറിഞ്ഞിരിക്കണം. Well-graded soils have high coefficient of uniformity values and poorly graded soil have low coefficient of uniformity values. If all the particles of the soil mass are of the same size, coefficient of uniformity unity ആയിരിക്കും. കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എല്ലാ ഒരേ സൈസ് റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടേമാണത്. അപ്പോൾ എല്ലാ പാർട്ടിക്കിൾസും ഒരേ സൈസ് ആണെങ്കിൽ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയുടെ വാല്യൂ 1 ആയിരിക്കും. വെൽ ഗ്രേഡഡ് സാൻഡ് ആണ് എങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയുടെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 6. വെൽ ഗ്രേഡഡ് ഗ്രാവൽ ആണ് എങ്കിൽ
ഈ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 4. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു പ്രീവിയസ് ഇയർ PSC എക്സാമിൽ ഇത് ചോദിച്ചതായിരുന്നു. വെൽ ഗ്രേഡഡ് സാൻഡിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി എത്രത്തോളം കാണുന്നത്, ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം. സാൻഡിൻ്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 6ഉം ഗ്രാവലിൻ്റെ കേസിൽ ഗ്രേറ്റർ ദാൻ 4. അപ്പോൾ ഇതായിരുന്നു സീവ് അനാലിസിസ്. അപ്പോൾ സീവ് അനാലിസിസിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഒന്ന്, നമ്മൾ ഏത് സൈസിലുള്ള പാർട്ടിക്കിൾസിനാണ് ഈ സീവ് അനാലിസിസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഗ്രേറ്റർ ദാൻ 75 മൈക്രോൺസിൽ കൂടുതൽ പാർട്ടിക്കിൾ സൈസ് ഉള്ള സാമ്പിളിനാണ് നമ്മൾ സീവ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. രണ്ട്, നമ്മൾ ഈ സീവ് അനാലിസിസിൽ നിന്ന് നമ്മൾ 3 ടൈപ്പിലുള്ള ഗ്രേഡിങ്സ് ആണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വെൽ ഗ്രേഡഡ്, യൂണിഫോംലി ഗ്രേഡഡ്, ഗ്യാപ്പ് ഗ്രേഡഡ്. വെൽ ഗ്രേഡഡ് ആണെങ്കിൽ നല്ലൊരു S ഷേപ്പിലുള്ള കർവ് ആയിരിക്കും കിട്ടുന്നത്. യൂണിഫോംലി ഗ്രേഡഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു കർവ് ആയിരിക്കും. ഗ്യാപ്പ് ഗ്രേഡഡ് ആണെങ്കിൽ കർവിൽ എവിടെയെങ്കിലും ഒരു കർവ് കംപ്ലീറ്റ് ഹൊറിസോണ്ടലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഒരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അത്രയും പാർട്ടിക്കിൾ സൈസിലുള്ള പാർട്ടിക്കിൾസ് മിസ്സിങ് ആയിരിക്കും. ഇതാണ് 3 കർവ് ടൈപ്സ് പറഞ്ഞിരുന്നത്. പിന്നീട് കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റിയുടെയും കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചറിൻ്റെയും ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതേപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് യൂണിഫോമിറ്റി വാല്യൂസ് ഫോർ വെൽ ഗ്രേഡഡ് സാൻഡും വെൽ ഗ്രേഡഡ് ഗ്രാവലും അതിൻ്റെ വാല്യൂസ് എത്രത്തോളം വരുമെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഈ ഗ്രേറ്റർ ദാൻ 6ഉം ഗ്രേറ്റർ ദാൻ 4ഉം അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഹൈഡ്രോമീറ്റർ അനാലിസിസിലേക്ക് വരാം. 75 മൈക്രോൺ സൈസിൽ താഴെയുള്ള പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്, സിവിൽ സ്റ്റുഡൻസിന് അറിയാം. അപ്പോൾ ഈ സിലിണ്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടെയ്നറിനുള്ളിൽ കിടക്കുന്ന ഈ ഒരു എക്യുപ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ എന്ന് വിളിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ശരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഈ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് പിന്നീട് പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈഡ്രോമീറ്ററിൻ്റെ റീഡിങ്സ്, ഈ കാണുന്ന താഴെ നമുക്കൊരു ബൾബിലേക്ക് പ്രൊജക്ഷൻ ഉണ്ട്, മുകളിലേക്കൊരു റീഡിങ്ങിൻ്റെ ഒരു സ്കെയിലും ഉണ്ട്. അപ്പോൾ ഈ സ്കെയില് മുകളിൽ നിന്ന് താഴേക്ക് അതിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. മുകളിലോട്ട് പോകുന്തോറും റീഡിങ് കുറയുന്നു, താഴേക്ക് വരുന്നതോറും റീഡിങ് കൂടുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സിലിണ്ടറിനുള്ളിൽ നമ്മൾ സോയിൽ സാമ്പിൾ നമ്മൾ എടുക്കുന്നു. അപ്പം സോയിൽ സാമ്പിൾ മാത്രമല്ല, സോയിൽ സാമ്പിളിലേക്ക് നമ്മൾ വാട്ടറും പിന്നെ ഒരു ഡിസ്പേഴ്സിങ് ഏജൻറ്റൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്പേഴ്സിങ് ഏജൻറ്റിൻ്റെ പേര് അറിഞ്ഞിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. The soil suspension is prepared by mixing about 12 to 30 grams of soil with dispersing agents such as sodium hexametaphosphate. അതിൻ്റെ 33 ഗ്രാംസും അതിനോടൊപ്പം സോഡിയം കാർബണേറ്റ് 7 ഗ്രാമും ആഡ് ചെയ്യും. പിന്നീട് ഡിസ്റ്റിൽഡ് വാട്ടറോട് ആഡ് ചെയ്തിട്ട് ഒരു സോയിൽ സസ്പെൻഷനിലാണ് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്പേഴ്സിങ് ഏജൻറ്റിൻ്റെ പേര് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര എന്നുള്ളതോടെ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഈ സോയിൽ സസ്പെൻഷൻ നമ്മൾ ഈ ഒരു ഗ്രാജുവേറ്റഡ് സിലിണ്ടറിനുള്ളിൽ, മെഷറിംഗ് സിലിണ്ടറിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഈ ഹൈഡ്രോമീറ്റർ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ ചുറ്റുമുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് ഈ ഹൈഡ്രോമീറ്റർ ഒന്നെങ്കിൽ താഴേക്ക് സെറ്റിലാവും അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പം ഈ റീഡിങ്, ഈ ഹൈഡ്രോമീറ്ററിൻ്റെ സ്കെയിലിലുള്ള റീഡിങ് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ റീഡിങ്സ് നമ്മൾ എടുക്കാൻ നേരം അതിൽ ചില കറക്ഷൻസ് കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ കറക്ഷൻസ് അറിഞ്ഞിരിക്കണം. കറക്ഷൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതോടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത് കറക്ഷൻ ഫോർ മിനിസ്കസ് ആണ്. കറക്ഷൻ ഫോർ മിനിസ്കസ് എന്താ? നമ്മൾ ഇപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡിലാണ് ഈ ഹൈഡ്രോമീറ്റർ ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ വാട്ടർ സർഫസിലുള്ള റീഡിങ്, അതിൻ്റെ ഒരു അപ്പർ മിനിസ്കസും കാണും ലോവർ മിനിസ്കസ് കാണും. അപ്പർ മിനിസ്കസ് എന്ന് പറയുന്നത് ഈ വാട്ടർ സർഫസ് എൻഡ് ചെയ്യുന്ന മുകളിലത്തെ പോർഷനെയാണ് നമ്മൾ അപ്പർ മിനിസ്കസ് എന്ന് വിളിക്കുന്നത്. താഴെ ഈ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു താഴത്തെ റീഡിംഗ് ആണ് ലോവർ മിനിസ്കസ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് കിട്ടണമെങ്കിൽ ലോവർ മിനിസ്കസ് റീഡിംഗ് വേണം എടുക്കാൻ. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് ഈ ലോവർ മിനിസ്കസ് റീഡിംഗ് എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സോയിൽ സസ്പെൻഷനിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് റീഡിംഗ് എടുക്കുമ്പോഴേ നമുക്ക് അപ്പർ മിനിസ്കസ് റീഡിംഗ് മാത്രമേ വിസിബിൾ ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന റീഡിങ്ങും അപ്പർ മിനിസ്കസ് റീഡിംഗ് ആണ്. അപ്പോൾ ഫൈനൽ വാല്യൂ എടുക്കുവാൻ നേരം ഈ മിനിസ്കസ് കറക്ഷനോട് അപ്ലൈ ചെയ്താൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് കറക്ഷൻ ഫോർ മിനിസ്കസ്. അപ്പോൾ ഈ റീഡിംഗ് താഴേക്ക് കൂടുന്നതുകൊണ്ട് തന്നെ ലോവർ മിനിസ്കസ് റീഡിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ അപ്പർ മിനിസ്കസ് റീഡിങ്ങിൻ്റെ കൂടെ ഈ പോസിറ്റീവായിട്ടുള്ള കറക്ഷനോട് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇത്രയും ഓർത്തിരുന്നാൽ മതി, കറക്ഷൻ ഫോർ മിനിസ്കസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അടുത്തത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ.
അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും വിസ്കോസിറ്റി കുറയുമ്പോൾ ഈ ഹൈഡ്രോമീറ്റർ കുറച്ചുകൂടെ താഴേക്ക് സെറ്റിലാവും. കാരണം വാട്ടറിൻ്റെ ഡെൻസിറ്റി, വിസ്കോസിറ്റി കുറയുമ്പോൾ ഡെൻസിറ്റി കുറയുമല്ലോ, അപ്പം താഴേക്ക് സെറ്റിലാവും. അപ്പോഴും അങ്ങനെയും നമുക്ക് ആക്യുറേറ്റുള്ള റീഡിങ് കിട്ടത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറായിട്ട് കൺസിഡർ ചെയ്യുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിലും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഈ സോയിൽ സസ്പെൻഷന് വിസ്കോസിറ്റി കുറവായിരിക്കും. ലെസ് വിൽ ബി ദ വിസ്കോസിറ്റി. അതുകൊണ്ട് കറക്ഷൻ പോസിറ്റീവ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കറക്ഷൻ ഹയർ ടെമ്പറേച്ചേഴ്സിൽ നമ്മൾ കറക്ഷൻ പോസിറ്റീവായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ലെസ്സർ ടെമ്പറേച്ചർ ആണെങ്കിലോ, ടെമ്പറേച്ചർ കുറയുമ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ടെമ്പറേച്ചർ എങ്കിൽ ഡെൻസിറ്റി ഒന്നുകൂടെ ഡെൻസ് ആവും നമ്മുടെ ലിക്വിഡ് സസ്പെൻഷൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്ഷൻ ഇവിടെ നെഗറ്റീവ് വേണം അപ്ലൈ ചെയ്യാൻ. ലെസ്സർ ദ ടെമ്പറേച്ചർ, മോർ വിൽ ബി ദ വിസ്കോസിറ്റി. ഹൈഡ്രോമീറ്റർ റീഡിംഗ് വിൽ ബി മോർ ദാൻ ദ ആക്ച്വൽ ആൻഡ് ഹെൻസ് കറക്ഷൻ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഇത്രയും ഓർത്തോളുക. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിൽ കുറവാണ് എങ്കിൽ നമ്മൾ കറക്ഷൻ നെഗറ്റീവായിട്ട് അപ്ലൈ ചെയ്യും. 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് എങ്കിൽ കറക്ഷൻ പോസിറ്റീവും ആയിരിക്കും. ഇനി കറക്ഷൻ ഫോർ ഡിസ്പേഴ്സിങ് ഏജൻറ്റ്. നമ്മൾ ഈ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് നമ്മുടെ സോയിൽ സസ്പെൻഷനിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ്റെ ഡെൻസിറ്റി ഒന്ന് കൂടും. അപ്പോൾ അത് കാരണം ഈ ഹൈഡ്രോമീറ്റർ ഡെൻസിറ്റി ചുറ്റുമുള്ള വാട്ടർ കുറച്ചുകൂടി ഡെൻസ് ആയതുകൊണ്ട് തന്നെ അധികം താഴേക്ക് സെറ്റിലാകില്ല ആവശ്യത്തിന്. അപ്പോൾ അതിൻ്റെ ഒരു കറക്ഷനും നമ്മൾ ആഡ് ചെയ്യണം. ആഡിങ് ഓഫ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ് ഇൻക്രീസസ് ദ നെറ്റ് ഡെൻസിറ്റി ഓഫ് ദ സാമ്പിൾ. ഹെൻസ് കറക്ഷൻ ഫോർ ഡിസ്പേഴ്സിങ് ഏജൻറ്റ് വിൽ ഓൾവേസ് ബി നെഗറ്റീവ്. അപ്പോൾ ടോട്ടലി നമ്മൾ പറയാൻ നേരം ടോട്ടൽ കറക്ഷൻ എത്രത്തോളം വരും എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് മിനിസ്കസ് കറക്ഷന്, നെഗറ്റീവ് ഡിസ്പേഴ്സിങ് ഏജൻറ്റ് കറക്ഷനും, പ്ലസ് ഓർ മൈനസ് ടെമ്പറേച്ചർ കറക്ഷൻ. പ്ലസ് വരുന്ന എപ്പോഴാണ്? പോസിറ്റീവ് വെൻ മോർ ടെമ്പറേച്ചർ, അതായത് 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണ് ടെമ്പറേച്ചർ എങ്കിൽ കറക്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ കറക്ഷൻ നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ ഓരോന്നിൻ്റെ സൈനുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോണം. മിനിസ്കസ് കറക്ഷൻ്റെയും ടെമ്പറേച്ചർ കറക്ഷൻ്റെയും ഡിസ്പേഴ്സിങ് ഏജൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഹൈഡ്രോമീറ്ററിൽ നിന്ന് അത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് നമ്മൾ കോർ കട്ടർ മെത്തേഡ് വെച്ചിട്ട് ഡെൻസിറ്റി, സോയിലിൻ്റെ ഇൻസിറ്റു ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം എന്ന ടെസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂസ്ഡ് ഫോർ കൊഹസീവ് സോയിൽ ഇൻ വിച്ച് കോർ ക്യാൻ ബി ഈസിലി പെനിട്രേറ്റഡ്. ഈ ഒരു ടെസ്റ്റ് നമ്മൾ ലാബിൽ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം കൊഹസീവ് ആയിട്ടുള്ള സോയിലാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കോർ കട്ടർ എന്ന് പറയുന്ന ഈ ഒരു അപ്പാരറ്റസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ വെക്കാവുന്ന ഒരു കോളറുണ്ട്. പിന്നെ ഇതിനെ സോയിലേക്ക് ഇടിച്ച് താക്കാൻ വേണ്ടിയിട്ടൊരു ഹാമറും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കോർ കട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ എടുക്കും. ടേക്ക് ദ എംറ്റി വെയിറ്റ് ഓഫ് ദ കോർ കട്ടർ വിത്തൗട്ട് കോളർ. കോളർ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഈ കോളർ റിമൂവ് ചെയ്ത് കോർ കട്ടറിൻ്റെ മാത്രം വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യും. അത് W1 ആണ്. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സോയിലിൽ ഈ കോർ കട്ടർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെനിട്രേറ്റ് ദ കോൺ ഇൻ ടു ദ എർത്ത് യൂസിങ് റാമർ. ഈ ഒരു റാമർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കോർ കട്ടറിൻ്റെ മുകളിൽ കോർ കട്ടർ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിട്ട് ഇടിച്ചിടിച്ച് ഇതിനെ ഗ്രൗണ്ടിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ചിപ്പിംഗ് ഓഫ് എക്സ്ട്രാ സോയിൽ നോട്ട് ഡൗൺ ദ വെയിറ്റ് ഓഫ് ദ കോർ അലോങ് വിത്ത് ദ സോയിൽ. ഇത് ഇടിച്ച് താത്തതിന് ശേഷം ചുറ്റുമുള്ള സോയിലെല്ലാം നമ്മൾ ചെത്തിക്കളഞ്ഞ് ഈ കോർ കട്ടറിനും അതിനുള്ളിലുള്ള സോയിലുമായിട്ട് തന്നെ നമ്മൾ പൊക്കിയെടുത്ത് അതിൻ്റെ വെയിറ്റ് നോക്കും. അതിനെ W2 എന്ന് നെയിം ചെയ്യും. ഇതിനുശേഷം ഇതിനുള്ളിലുള്ള സോയിലിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് നമുക്ക് മോയ്സ്ചർ, വാട്ടർ കണ്ടൻറ്റ്, ഓവൻ ഡ്രൈയിങ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇനി കോർ കട്ടറിൻ്റെ വോളിയം കൂടെ അറിഞ്ഞിരിക്കണം. വോളിയം മെഷർ ചെയ്യുന്നത് എങ്ങനെ? ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഹൈറ്റും ഡയമീറ്ററും വെച്ച് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. ഇങ്ങനെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് W2 - W1 ബൈ വോളിയം. ഇനി ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1 + വാട്ടർ കണ്ടൻറ്റ് ചെയ്താൽ മതി. വാട്ടർ കണ്ടൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡ്രൈ ഡെൻസിറ്റിയും കിട്ടും. അപ്പോൾ ഈ ഒരു കോർ കട്ടർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോണം. ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഡ്രൈ ഡെൻസിറ്റിയും ഈ ഒരു ടെസ്റ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഇൻസിറ്റു ഡെൻസിറ്റി ബൈ കോർ കട്ടർ മെത്തേഡ്. അടുത്തത് ഇൻസിറ്റു ഡെൻസിറ്റി ബൈ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ്. സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് നമ്മൾ കുറച്ചുകൂടെ കൊഹഷൻ ലെസ് ആയിട്ടുള്ള സോയിലാണ്, അതായത് നല്ല ലൂസ് ആയിട്ടുള്ള ഒട്ടും തന്നെ കൊഹഷൻ ഇല്ലാത്ത ടൈപ്പ് സോയിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക്
ഒരു സാൻഡ് ഫില്ലിംഗ് സിലിണ്ടർ ഉണ്ട്, അതിനെ SPC എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു സിലിണ്ടറിനുള്ളിൽ നമുക്ക് സാൻഡ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെ ഒരു കോണിക്കൽ പോർഷനാണ് ഷേപ്പ്. അപ്പോൾ ഇവിടം വരെ നമുക്ക് സിലിണ്ടറിക്കൽ ഷേപ്പും പിന്നീട് ഇവിടുത്തെ ഒരു ഒരു ഷട്ടർ ഉണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു ഹോളുണ്ട്, അതിന് താഴോട്ട് കോണിക്കൽ ഷേപ്പിലാണ് പോകുന്നത്. ഏറ്റവും താഴെ നമുക്ക് ഓപ്പണുമാണ്. Sand is filled in the sand pouring cylinder and the weight is taken with closed shutter. ഈ സാൻഡ് പോറിംഗ് സിലിണ്ടറിനുള്ളിലേക്ക് നമ്മൾ ഈ കോഷൻലെസ് ആയിട്ടുള്ള സോയിൽ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് എടുക്കും. W1 എന്നതിനെ നെയിം ചെയ്യുന്നു. ഇപ്പോൾ ഷട്ടർ ഇവിടെ താഴെ ക്ലോസ്ഡ് ആയിരിക്കും. ആ കോണിക്കൽ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ ക്ലോസ്ഡ് ആയിട്ട് വെച്ചിട്ടായിരിക്കും സാൻഡ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ സാൻഡ് നിറയാൻ പോകുന്ന ഈ സിലിണ്ടറിക്കൽ പോർഷനിൽ മാത്രമായിരിക്കും അതിൻ്റെ വെയിറ്റ് W1 എന്ന് മെഷർ ചെയ്യുന്നു. The SPC is placed on a smooth glass plate and the sand is allowed to run out of the cone. Weight of the SPC after running sand into the cone is noted. പിന്നീട് ഈ സിലിണ്ടറിനെ നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റിൽ വെച്ചിട്ട് ഈ ഷട്ടർ ഇവിടുത്തെ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ സിലിണ്ടറിക്കൽ പോർഷനിലുണ്ടായിരുന്ന സാൻഡ് മൊത്തം ഈ കോണിക്കൽ പോർഷനിലേക്ക് ഒഴുകിയിറങ്ങും. അപ്പം മൂവ്മെൻറ്റ് മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മൂവ്മെൻറ്റ് കാണാൻ പറ്റും സാൻഡിൻ്റെ. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ കോണിക്കൽ ഏരിയ ഫില്ലായി കഴിയുമ്പോൾ ഈ സാൻഡിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കും. അത് മുകളിൽ നിന്ന് വിസിബിൾ ആകുമ്പോൾ നമ്മൾ ഈ ഷട്ടർ അങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ അപ്പാരറ്റസ് അതേപോലെ എടുത്ത് അതിൻ്റെ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുത്തു കഴിഞ്ഞ് അതിനെ W2 എന്ന് നോട്ട് ചെയ്യുന്നു. SPC is refilled and placed on the calibrating container and sand is allowed to run out. വീണ്ടും നമ്മൾ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നു. അതായത് ഇതിനുള്ളിലേക്ക് വീണ്ടും നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. ദ വെയിറ്റ് ഓഫ് ദി SPC ഈസ് നോട്ടഡ് ആഫ്റ്റർ റണ്ണിങ് സാൻഡ് ഇൻ ടു കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ W3. ഇപ്പോൾ ഇവിൻ്റെ കൂടെ നമുക്കൊരു കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ അപ്പാരറ്റസ് പ്ലേസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഷട്ടർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ സിലിണ്ടറിനുള്ളിലേക്കും സോയിൽ ഫില്ലാവും. സിലിണ്ടറിനുള്ളിൽ മാത്രമല്ല, സിലിണ്ടറിനുള്ളിലും കോണിക്കൽ പോർഷനിലും സാൻഡ് ഫില്ലാവും. അപ്പോൾ അതിന് ശേഷമുള്ള റിമൈനിങ് സാൻഡിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതിനെ W3 എന്ന് നമ്മൾ നെയിം ചെയ്യുന്നു. ഇനി വെയിറ്റ് ഓഫ് ദ സാൻഡ് ഇൻ കോൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, W1 - W2 ചെയ്താൽ മതി. വെയിറ്റ് ഓഫ് സാൻഡ് ഇൻ കാലിബ്രേറ്റിംഗ് കണ്ടെയ്നർ കണ്ടുപിടിക്കണമെങ്കിൽ W1 - W3 + W കോൺ ചെയ്യണം. വോളിയം ഓഫ് കണ്ടെയ്നർ നമുക്ക് ഈസി ആയിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിനെ WCC എന്ന് നെയിം ചെയ്യുവാണ്. ഇനി ഇത്രയും ചെയ്ത ശേഷം, ഇത്രയും നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സൈറ്റിലേക്ക് പോയി നമുക്ക് അവിടുത്തെ ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്സാണ് ഇനിയും പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിനൊപ്പം തന്നെ ഈ സിലിണ്ടറും SPCയും കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറും കൂടാതെ ഒരു ട്രേ കൂടെ വരുന്നുണ്ട്. ഈ ട്രേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സോയിൽ ഏരിയയിൽ പുറമേ ഉള്ള പുല്ലോ ചെടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ഈ ട്രേ പ്ലേസ് ചെയ്യും. ട്രേയുടെ നടുക്കൊരു ഹോളുണ്ട്. ആ ഹോളിനുള്ളിൽ കൂടെ നമ്മൾ താഴേക്ക് എക്സ്കവേറ്റ് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് ആ ഒരു കാലിബ്രേറ്റിംഗ് കണ്ടെയ്നറിൻ്റെ അത്രയും ഡെപ്തിൽ തന്നെ നമ്മൾ താഴേക്ക് എക്സ്കവേറ്റ് ചെയ്യും ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ. SPC with sand up to W1 is taken to the field where bulk unit weight is required. The surface is cleaned and leveled. The tray with central hole is placed in position. Hole of approximately same size as the calibrating container is dug. ഇനി നമ്മൾ കുഴിക്കാൻ നേരം എക്സ്കവേറ്റ് ചെയ്യുന്ന സോയിൽ മൊത്തം നമ്മൾ ഈ ട്രേയുടെ സൈഡ്സിലേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. The removed soil is collected on the sides of the tray and its weight is noted as W soil. The SPC is placed on the hole. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ വീണ്ടും ഫില്ല് ചെയ്ത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് ആ ഒരു സാൻഡ് സിലിണ്ടർ SPC ആ ഒരു സിലിണ്ടർ എടുത്തിട്ട് നമ്മൾ ഈ ഹോളിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുന്നു. വീണ്ടും ഷട്ടർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ആ സിലിണ്ടറിക്കൽ പോർഷനിൽ നിന്ന് സോയിൽ താഴേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് മുകളിൽ നിന്ന് കാണാം. മൂവ്മെൻറ്റ് എപ്പോഴാണോ നിൽക്കുന്നത് ഷട്ടർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ വെയിറ്റ് നോട്ട് ചെയ്യും. അതിനെ W4 എന്ന് നെയിം ചെയ്യും. അപ്പോൾ വെയിറ്റ് ഓഫ് ദ സാൻഡ് ഇൻ ദ ഹോൾ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഇക്വേഷൻ W1 - W4 + W കോൺ. ഇനി ഇതിൽ നിന്ന് വോളിയം ഓഫ് സോയിൽ കണ്ടുപിടിക്കാൻ വോളിയം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വെയിറ്റ് ഓഫ് സോയിൽ ഉണ്ടല്ലോ W സോയിൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോയിൽ ചെയ്താൽ മതി. ഇനി ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ വെയിറ്റ് ഓഫ് സോയിൽ ബൈ വോളിയം ഓഫ് സോയിൽ ചെയ്താൽ മതി. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇക്വേഷൻസ് ഒന്നും അങ്ങനെ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പം ഈ ഇൻസിറ്റു ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്, അതും ഏത് ടൈപ്പ് സോയിലാണ്, കൊഹഷൻ ഉള്ള സോയിലാണോ കൊഹഷൻലെസ് സോയിലാണോ, അപ്പോൾ ഓരോന്നിനും ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ ഇത്രയൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ബാക്കി ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യും. ഇതോടുകൂടി ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.